നമസ്കാരം. വീട്ടിലെത്തുന്ന ആളുകളെ ചവിട്ടി പുറത്താക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് വീട്ടിൽ വരുന്നവരെ ഞങ്ങൾ ആ രീതിയിലേ കണക്കിലെടുക്കാറുള്ളൂ. അവർ ശത്രുക്കളായാലും ഞങ്ങൾ അത്തരത്തിൽ ഒന്നും ചെയ്യാറില്ല. ഇതെൻ്റെ വാക്കുകളല്ല. കണ്ണൂരിലെ CPM നേതാവായ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട MP ജയരാജൻ്റെ വാക്കുകളാണ്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി കണ്ണൂർ കല്യാശ്ശേരിയിൽ EK നായനാരുടെ വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് MP ജയരാജൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. സഖാവ് നാണു അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴാണ് MP ജയരാജൻ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത്. കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് രാജ്യത്തെ ഏത് വീടുകളിലും സന്ദർശനം നടത്താനുള്ള അനുമതിയുണ്ട്. എന്നാൽ അത്തരം സന്ദർശനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാകുമ്പോഴാണ് അത് അനുകൂലിക്കാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞങ്ങളുടെ വീടുകളിൽ എത്തുന്ന ആളുകളെ ഞങ്ങൾ ചവിട്ടി പുറത്താക്കാറില്ല. അത് ഞങ്ങളുടെ മര്യാദ. സുരേഷ് ഗോപി രാഷ്ട്രീയം കളിക്കുവാൻ വേണ്ടിയാണ് എത്തിയതെന്നറിഞ്ഞിട്ടും ഞങ്ങൾ അനങ്ങാതിരുന്നത് ഇതുകൊണ്ടാണ് എന്നർത്ഥത്തിലാണ് MP ജയരാജൻ സംസാരിച്ചത്. എന്ത് തരത്തിലുള്ള ഒരു മാനസിക നിലയിലാണ് MP ജയരാജൻ ഇങ്ങനെ സംസാരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പും EK നായനാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും സുരേഷ് ഗോപി കല്യാശ്ശേരിയിൽ ശാരദ ടീച്ചറെ സന്ദർശിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും ശാരദ ടീച്ചറുടെ വീട്ടിൽ പോകുമ്പോൾ സുരേഷ് ഗോപി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, അവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാറുണ്ട് എന്നൊക്കെ ശാരദ ടീച്ചർ തന്നെ പറഞ്ഞാണ് ജനം അറിഞ്ഞത്. സുരേഷ് ഗോപിക്കും ശാരദ ടീച്ചറിനും ഇടയിലില്ലാത്ത എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് MP ജയരാജനും CPM-നും ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി കല്യാശ്ശേരിയിൽ EK നായനാരുടെ വീട് സന്ദർശിച്ചതിൽ എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് വിശ്വാസിയായ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയായ എഴുത്തുകാരൻ T പത്മനാഭന്റെ വീട്ടിലും സുരേഷ് ഗോപി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അതിനും MP ജയരാജൻ കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയാണ്. കോൺഗ്രസിന്റെ 1 ലക്ഷത്തിൽ ചില്ലുവാനും വോട്ടുകൾ അവിടെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരോട് സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് ഒരു ഇഷ്ടവും സ്നേഹവും എല്ലാം ഉണ്ടാകും. അക്കാരണത്താലാവാം കോൺഗ്രസ് അനുഭാവിയായ എഴുത്തുകാരൻ T പത്മനാഭന്റെ വീട് സുരേഷ് ഗോപി സന്ദർശിച്ചത് എന്നുകൂടി MP ജയരാജൻ വിശദീകരിക്കുമ്പോൾ അതിന് സാംസ്കാരിക കേരളം ഏത് രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് അറിയില്ല. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇത്തരത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവരുടെയെല്ലാം സാംസ്കാരിക അവബോധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഇതൊരു വലിയ അവസരമായി തീരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപിക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിലുപരി സുരേഷ് ഗോപിക്ക് ഒത്തിരി വ്യക്തിബന്ധങ്ങളുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് EK നായനാരുടെ കുടുംബവുമായി സുരേഷ് ഗോപിക്കുള്ളത്. അത് ഇന്നലെയോ തുടങ്ങിയതല്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപി BJP ടിക്കറ്റിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഉണ്ടായ ഒരു ബന്ധമല്ല EK നായനാരുടെ കുടുംബവുമായും EK നായനാരുടെ പത്നി ശാരദ ടീച്ചറുമായും ഉണ്ടായ ബന്ധം. ഇതെല്ലാം തിരിച്ചറിയാതെ വെറുതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന MP ജയരാജനെ പോലുള്ള പൊതുപ്രവർത്തകരുടെ ധാർമ്മിക ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ അവബോധം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ കേരളത്തിന് ഇതൊരു വലിയ അവസരമായി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപിയെ പോലെ ഒരു സിനിമാക്കാരൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു കഴിഞ്ഞാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സിനിമാക്കാരന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുകൂടി MP ജയരാജൻ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. സഖാവ് MP ജയരാജനോട് അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കൊല്ലത്ത് പാർലമെന്റ് സീറ്റിൽ മത്സരിപ്പിച്ച നേതാവ് ആരായിരുന്നു? കഴിഞ്ഞ കൊല്ലം കൊല്ലത്ത് നിന്ന് നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച് MLA ആയിത്തീർന്ന മുകേഷ് ആരായിരുന്നു? അദ്ദേഹം ഇപ്പോഴും സിനിമാ പ്രവർത്തകൻ തന്നെയാണല്ലോ, സിനിമാ നടൻ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ സിനിമാക്കാരന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന് ആലോചിച്ച് വ്യാകുലപ്പെടുന്ന MP ജയരാജൻ എന്തുകൊണ്ടാണ് മുകേഷിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്ന മറുചോദ്യം. ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജയരാജനെ ഇപ്പോൾ ഉന്നം വെച്ച് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി മറ്റൊരു പ്രചരണ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ ജയരാജൻ ഉന്നയിക്കുകയുണ്ടായി. അതായത് പോരാളി ഷാജിമാർ എന്ന് പറഞ്ഞ ചില FB ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചില സൈബർ ഗ്രൂപ്പുകൾ CPM-നെതിരെ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. CPM-ന്റെ തോൽവിയിൽ ഇവർ ഇടതുപക്ഷത്തിന് ചേരാത്ത രീതിയിലാണ് CPM-നെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായ പ്രവണതയല്ല. CPM-ന്റെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാനോ CPM ആരെയും ഏൽപ്പിച്ചിട്ടില്ല.
ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെയും CPM അത്തരം യാതൊരു ചുമതലകളും ഏൽപ്പിച്ചിട്ടില്ല എന്നുകൂടി ജയരാജൻ തീർത്തു പറയുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ ഗ്രൂപ്പുകളാണ്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാണ് എന്ന് പറഞ്ഞ നിരവധി ഗ്രൂപ്പുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി MP ജയരാജൻ എടുത്തു പറയുന്നു. പോരാളി ഷാജി, ചെങ്കതിർ, ചെങ്കോട്ട എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഇടതുപക്ഷ അനുഭാവികളുടെ ഗ്രൂപ്പാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം ഗ്രൂപ്പുകളിലെല്ലാം വരുന്നത് ഇടതുപക്ഷത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ്, സന്ദേശങ്ങളാണ് എന്ന് തന്നെയാണ് MP ജയരാജൻ തുറന്നടിച്ചത്. അതുകൊണ്ട് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിൻ ആരാണെന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തത് എന്നുകൂടി MP ജയരാജൻ ധാർഷ്ട്യത്തിന്റെ സ്വരത്തിൽ തന്നെ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഇവർ ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണെന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ ഗ്രൂപ്പുകാരാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ അഡ്മിൻ ആരെന്ന് വ്യക്തമാക്കാത്തത്? അതല്ലേ ചെയ്യേണ്ടത്? ഇന്ന് അതിനുവേണ്ടി MP ജയരാജൻ പത്രസമ്മേളനം തന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്, ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി. എന്നാൽ MP ജയരാജൻ പോരാളി ഷാജിക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ ഇത്തരത്തിൽ കടന്നാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ കൃത്യമായ രീതിയിൽ ഒരു പോസ്റ്റ് പോരാളി ഷാജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് കയറിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. തോൽവിയുടെ യഥാർത്ഥ കാരണം പരിശോധിക്കണം. ഇടതുപക്ഷ നേതാക്കൾ ദന്തഗോപുരവാസികളായി വിലസിക്കൊണ്ട് ഒരു കാര്യമില്ല. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങണം, സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം, സാധാരണക്കാരെ പോലെ ജീവിക്കണം, കമ്മ്യൂണിസ്റ്റുകാർക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത്, കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കണം എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പോസ്റ്റുമായി പോരാളി ഷാജി MP ജയരാജന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു. എന്തായാലും ഇന്ന് MP ജയരാജൻ പത്രസമ്മേളനം നടത്തുന്നു. ഇത്തരം ഗ്രൂപ്പുകൾക്ക് പുറകിലുള്ളവർ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെയാണ് MP ജയരാജൻ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതെന്തായാലും അത് അവരുടെ ആഭ്യന്തര കാര്യം തന്നെ എന്ന് പറയാം. എന്നാൽ MP ജയരാജൻ മറ്റു 1-2 കാര്യങ്ങൾ കൂടി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നരേന്ദ്രമോദി 400 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചിട്ട് എന്തായി? അതിനടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ലോ എന്ന് വളരെ പരിഹാസദ്യോതകമായി തന്നെ MP ജയരാജൻ പറഞ്ഞു. ഒപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി എടുത്തു പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ തോൽവി മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു, അത് മറന്നുകൊണ്ടല്ല ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന്. നരേന്ദ്രമോദി 400 സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്നുള്ള കാര്യം MP ജയരാജൻ മറന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. നരേന്ദ്രമോദിയുടെ BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള നേർക്ക് നേരുള്ള മത്സരത്തിൽ വെറും 1.25% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് BJPയും ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി MP ജയരാജൻ എടുത്തു പറയുന്നു. അതായത് തോൽവി ഒരു തരത്തിലും സമ്മതിക്കുവാൻ MP ജയരാജൻ സന്നദ്ധനല്ല എന്നുള്ളതിന്റെ സൂചകങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. CPMന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോഴും ജനങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ CPM പൂർവാധികം ശക്തിയോടുകൂടി കേരളത്തിൽ തിരിച്ചു വന്ന കാര്യം ആരും മറന്നിട്ടുണ്ടാകുമല്ലോ. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാജയങ്ങൾ പഠിച്ച് വീണ്ടും CPM ഉയർത്തെഴുന്നേൽക്കും, അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് MP ജയരാജൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇപ്പോഴും പോരാളി ഷാജിയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വർത്ഥം തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞ പോലുള്ള ഒരു രീതിയുമായി CPM സഖാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതല്ല വേണ്ടത്, കൃത്യമായ രീതിയിൽ പഠിക്കണം. തോൽവി എന്തുകൊണ്ടുണ്ടായി, എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, ഇനി എങ്ങോട്ടാണ് ഈ പ്രസ്ഥാനം പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് തെറ്റുകൾ ആത്മാർത്ഥമായി മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പല കോണിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് മുന്നേറിയാൽ ഇടതുപക്ഷം നിലനിൽക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ദയനീയമായ പരാജയമായിരിക്കും CPMന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി കമന്റുകളിൽ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇനി ഇടതുപക്ഷത്തിന്റെ ഭാവി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.